ഗായ്സ്, വെൽക്കം ബാക്ക് ടു AJ ട്രിപ്പിൾസ്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ആ ബെൽ ഐക്കൺ കൂടി അമർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതാണ്. അപ്പോൾ ഞാനിന്ന് നിങ്ങൾക്ക് ഒരു ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. എല്ലാവർക്കും ഉപയോഗപ്രദമായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമ്മളെല്ലാവരും വാട്സാപ്പും ഫേസ്ബുക്ക് അതുപോലെയുള്ള സോഷ്യൽ മീഡിയാസ് എല്ലാം യൂസ് ചെയ്യുന്നവരാണ്. സോ എപ്പോഴും നമുക്ക് വരുന്നൊരു പ്രോബ്ലമാണ് നമ്മുടെ ഗാലറിയിൽ എപ്പോഴും ഒരേ ഫയൽസ് അല്ലെങ്കിൽ നമുക്ക് ഒരേ ഫോട്ടോസ് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിൽ തന്നെ പല ആൾക്കാർ പല ഫോട്ടോസും പല വീഡിയോസെല്ലാം കംപ്ലീറ്റ് കോപ്പീസായിട്ട് വരാറുണ്ട്. നമുക്ക് തന്നെ ഒരു ഫയലിന് തന്നെ 2-3 കോപ്പിയൊക്കെ എപ്പോഴും വരാറുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് എല്ലാത്തിൻ്റെയും ഈ ഗാലറി പോയിട്ട് ഈ ഫയൽസ് എല്ലാം റിമൂവ് ചെയ്ത് കളയുക അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യുക എന്നുള്ളത് ഒരിക്കലും സാധിക്കുന്ന കാര്യമല്ല. അപ്പം ഇങ്ങനെ വരുമ്പോൾ എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിലുള്ള മെമ്മറി സ്പേസ് അത്രയും കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കും. അപ്പം നമ്മളെല്ലാവരും ഫേസ് ചെയ്യുന്നൊരു ഇഷ്യൂ ആണിത്. ഇന്ന് ഈ ഇഷ്യൂവിനെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. അതിൻ്റെ പേര് ഡ്യൂപ്ലിക്കേറ്റ് ഫയൽസ് ഫിക്സർ എന്നാണ്. നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതാണ് ആപ്ലിക്കേഷൻ ഡ്യൂപ്ലിക്കേറ്റ് ഫയൽസ് ഫിക്സർ. ഓക്കെ, ഇതാണ് ഇതിൻ്റെ മെയിൻ ഇൻ്റർഫേസ്. ഈ ആപ്ലിക്കേഷൻ ഓപ്പണായി ഫസ്റ്റ് വന്നു കഴിഞ്ഞാൽ തന്നെ ഇതിൻ്റെ താഴെ നിങ്ങൾക്ക് കാണാം ഫുൾ ഡ്യൂപ്ലിക്കേറ്റ് സ്കാൻ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷനിലാണ് ഇപ്പോൾ ടിക്കായി കിടക്കുന്നത്. നിങ്ങൾക്കൊരു ഓഡിയോസ് മാത്രമാണ് ഡ്യൂപ്ലിക്കേറ്റ് ഡിലീറ്റ് ചെയ്യുന്നത് ആവശ്യമുള്ളൂ എന്നുണ്ടെങ്കിൽ സ്കാൻ ഓഡിയോ മാത്രം കൊടുക്കാം. ദെൻ സ്കാൻ വീഡിയോസ് മാത്രമായിട്ട് കളയാം. ദെൻ സ്കാൻ പിക്ചേഴ്സ്, അതേമാതിരി തന്നെ സ്കാൻ ഡോക്യുമെൻറ്റ്സ്. അപ്പോൾ ഞാനിപ്പോൾ നിലവിൽ ഫുൾ ഡ്യൂപ്ലിക്കേറ്റ് സ്കാനാണ്. അതായത് എന്ത് ഫയൽ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടെന്നുണ്ടെങ്കിലും അത് കംപ്ലീറ്റ് സ്കാൻ ചെയ്തിട്ട് റിമൂവ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ഞാൻ സ്കാൻ നൗ എന്ന് പറഞ്ഞ ബട്ടൺ പ്രസ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ സ്കാനിങ് നടക്കുവാണ്. ഇതിൽ നിങ്ങളുടെ ഫോണിൽ എന്തോരം ഫയൽസ് ഉണ്ടോ ആ ഫയൽസിലെല്ലാം പോയി സ്കാൻ ചെയ്തിട്ട് കോപ്പി ആയിട്ടുള്ള ഫയൽസ്, അതായത് ഡ്യൂപ്ലിക്കേറ്റ് ഫയൽസ് വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഇവിടെ നമുക്ക് ഈ ആപ്ലിക്കേഷൻ കാണിച്ചു തന്നാണ്ട് ഇത്ര കോപ്പി വന്നിട്ടുണ്ട്. സോ ഇപ്പം നിങ്ങൾക്കിവിടെ കാണാം ഗ്രൂപ്പ് 1 ഇത് ഒരു ഇമേജ് ഫയലാണ്. അതിൻ്റെ തന്നെ 2 കോപ്പി വന്നിട്ടുണ്ട്. അതേമാതിരി ഇതേ ഒരു വീഡിയോൻ്റെ തൊട്ട് താഴെ ദെൻ ഒരു വീഡിയോൻ്റെ 3-4 കോപ്പിയൊക്കെ വന്നിട്ടുണ്ട്. സോ ഇതിൽ ഒരു സിംഗിൾ കോപ്പി മാത്രം എപ്പോഴും സെലക്റ്റഡ് ആയിട്ട് കിടക്കുന്നുണ്ടാവും. സോ നമുക്ക് സിംഗിൾ കോപ്പി മാത്രം മെയിൻറ്റെയിൻ ചെയ്താൽ നിങ്ങൾക്ക് അവിടെ താഴെ കാണാം ഇവിടെ 2 ബട്ടൺ കാണാം. ഒന്ന് ബാക്കപ്പ് നൗ എന്ന് പറഞ്ഞ ബട്ടനും ദെൻ ഡിലീറ്റ് നൗ എന്ന് പറഞ്ഞ ബട്ടൺ. ബാക്കപ്പ് നൗ നമുക്ക് ആവശ്യമില്ല, ബാക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് തൽക്കാലം അത് ആവശ്യമില്ല. നമുക്കിവിടെ കാറ്റഗറീസ് ആയിട്ട് കാണണമെങ്കിൽ അതേമാതിരി കാണാൻ പറ്റും. ദെൻ വീഡിയോസ്, പിക്ചേഴ്സ്, ഡോക്യുമെൻറ്റ്സ് എല്ലാം ഉണ്ട്. അപ്പോൾ ഞാനിവിടെ ഓളാണ് എടുത്തിരിക്കുന്നത്. അതിൽ ഡിലീറ്റ് നോ കൊടുക്കുവാണ്. എനിക്കിപ്പോൾ ഇതിൻ്റെ അകത്ത് ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള ഫയൽസ് എല്ലാം ഡിലീറ്റ്. സോ കൺഫേം ഡിലീറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വന്നു. ഞാനതിൽ കൺഫേം ഡിലീറ്റിൽ ഓക്കെ അടിക്കുവാണ്. ഓക്കെ, അപ്പോൾ അതിൽ നിങ്ങൾക്കിവിടെ കാണാം 197.2 MB സ്പേസാണ് എനിക്കിപ്പോൾ ക്ലീൻ ആയി കിട്ടിയിരിക്കുന്നത്. ഈ ഒരൊറ്റ ആപ്ലിക്കേഷൻ യൂസ് ചെയ്തപ്പോൾ ഞാൻ അത്രയും ഡ്യൂപ്ലിക്കേറ്റ് ഫയൽസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത്രയും ഡ്യൂപ്ലിക്കേറ്റ് ഫയൽസ് ഇപ്പോൾ എൻ്റെ ഫോൺ മെമ്മറിയിൽ നിന്ന് റിമൂവ് ആക്കിയിരിക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ ഇതാണ് ഈ വീഡിയോ ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയൊരു ആപ്ലിക്കേഷൻ. ഇത് വളരെ ഉപകാരപ്രദമാണ്. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാം. ഫ്രീ ആയിട്ടുള്ള ആപ്ലിക്കേഷനാണ്. പ്ലേ സ്റ്റോറിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഡ്യൂപ്ലിക്കേറ്റ് ഫയൽസ് ഫിക്സർ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യാം. ഇതിൽ പല ആപ്ലിക്കേഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഡ്യൂപ്ലിക്കേറ്റ് ഫയൽസ് ഫിക്സർ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ്റെ ഞാൻ ലിങ്ക് വേണം എന്നുണ്ടെങ്കിൽ എൻ്റെ യൂട്യൂബിൻ്റെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതാണ്. നിങ്ങൾക്ക് അവിടെ നിന്ന് തന്നെ ഡയറക്റ്റ് കയറി ഡൗൺലോഡ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ അതേമാതിരി തന്നെ കൂട്ടുകാർക്കും മറ്റവർക്കും എല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു.